രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഹിമവാൻ സന്തോഷത്തോടുകൂടി ഗംഗയെ ബ്രഹ്മാവിന് നൽകി. ബ്രഹ്മാവ് തന്റെ കയ്യിലിരിക്കുന്ന കമണ്ഡലുവില് ഗംഗാദേവിയെ വാങ്ങി സ്വീകരിച്ച ആ ഗംഗാദേവിയെയും കൊണ്ട് സത്യലോകത്തിലേക്ക് പോയി. അങ്ങനെ ഹിമവൽ പുത്രിയായിരിക്കുന്ന ഗംഗ സത്യലോകത്തിലെത്തിച്ചേർന്നു. സത്യലോകത്തിൽ എവിടെ? ബ്രഹ്മാവിന്റെ കയ്യിലിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ആ കമണ്ഡലുവിനുള്ളിൽ. പിന്നെ നൂറ്റാണ്ടുകൾ വലത് കടന്നുപോയി. ആ അവസരത്തില് വാമനാവതാരത്തിന്റെ സമയവുമായി. ഭഗവാൻ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിക്കാണ് വാമനനായിട്ട്. അതിന് അനേക കാരണങ്ങളുണ്ട്. അവയെല്ലാം നമുക്ക് പല അവസരങ്ങളിലായിട്ട് വാൽമീകി രാമായണത്തിലും ഇതിനകം കേൾക്കാൻ കഴിഞ്ഞു. ഭാഗവതത്തിലും നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണു തന്നെ തങ്ങൾക്ക് മകനായി പിറക്കണമെന്ന് കശ്യപനും അദിതിയും പ്രാർത്ഥിച്ച് കഠിന തപസ് ചെയ്തുകൊണ്ട് അവരുടെ തപസ്സിൽ സംപ്രീതനായിട്ട് മഹാവിഷ്ണു തന്നെ അവർക്ക് ദർശനമരുളിയിട്ട് താൻ പുത്രനായി പിറന്നോളാമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ യഥാസന്ദർഭത്തില് അദ്ദേഹം വാമനനായിട്ട് അവതരിച്ചു. എന്തിനാ? മഹാബലിയുടെ യാഗത്തെ അവിടെ വച്ച് നിർത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം മഹാവിഷ്ണു വാമനനായിട്ട് അവതരിച്ചു. അത് കഴിഞ്ഞിട്ട് ബലിയോട് 3 അടി മണ്ണ് യാചിച്ചു. ബലി 3 അടി മണ്ണ് അദ്ദേഹത്തിന് നൽകി. ആ അവസരത്തില് വാമനൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് വളർന്നു. ഒരു പാദം കൊണ്ട് ആകാശത്തെയും ഉപരിലോകങ്ങളെയും അങ്ങ് സത്യലോകം വരെ ആ പാദം കൊണ്ട് അളക്കുകയാണ് അദ്ദേഹം. പാദം ഇങ്ങനെ ആകാശത്തിലൂടെ സൂക്ഷ്മ ലോകങ്ങളിലൂടെ ഉയർന്നുയർന്നു പോവുകയാണ്. ഏതുവരെ? അതിന്റെ അത്യന്ത സൂക്ഷ്മതലം സത്യലോകത്തിന്റെ ഉപരിതലം വരെ ആ പാദം ചെല്ലുകയാണ്. വേറൊരു പാദം കൊണ്ട് പാതാളം വരെയും അളന്നു. എന്നിട്ടോ 3ാമത്തെ പാദം വെക്കാൻ ഇടമില്ല. ഇടമേത് എന്ന് ചോദിച്ചു വാമനൻ. 3ാമത്തെ പാദം വെക്കാൻ ഇടം കൊടുത്തില്ലെങ്കിൽ മഹാബലി പറഞ്ഞ വാക്ക് 3 അടി മണ്ണ് ഇതാ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് അസത്യമായി തീരും. മഹാബലി പറഞ്ഞു, ഇല്ല, 3ാമത്തെ അടി വെക്കാനും സ്ഥലമുണ്ട്, ഇതാ എന്റെ ശിരസിൽ വെച്ചുകൊള്ളൂ. മഹാവിഷ്ണു ബലിയുടെ ആ ശിരസിലെ പാദം വച്ചില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ കേരളത്തില് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു വാമനനായി അവതരിച്ചിട്ട് ബലിയെ ശിരസിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നുവരെ കഥ പ്രചരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പുസ്തകങ്ങളിലെല്ലാം അങ്ങനെ കഥ എഴുതി തന്നിട്ടുണ്ട്, ചിത്രവും വരച്ചു തന്നിട്ടുണ്ട്. വാമനൻ ത്രിവിക്രമനായി വളർന്ന വാമനൻ, ഇങ്ങനെ 3 ലോകങ്ങളും അളന്നു നിൽക്കുന്ന വാമനൻ, സർവ്വലോകങ്ങളും അളന്നു നിൽക്കുന്ന വാമനൻ, 14 ലോകങ്ങളെ 3 ലോകങ്ങളെന്ന് പറയും. ഭൂലോകം, നടുക്കുള്ള ലോകം, താഴെയുള്ളതെല്ലാം ചേർത്ത് അങ്ങ് ഒരു ലോകമായിട്ടും മുകളിലുള്ളതെല്ലാം ചേർത്ത് വേറൊരു ലോകമായിട്ടും അങ്ങനെ 3 ലോകങ്ങൾ എന്ന് ഈ 14 ലോകങ്ങളെ പറയും.
അങ്ങനെ ഈ 3 ലോകവും അളന്ന് 2 അടി കൊണ്ട് തന്നെ അളന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയോ 3ാമത്തെ അടി വയ്ക്കാനുള്ള ഇടം ചോദിച്ചു. ശിരസിൽ വെച്ചുകൊള്ളാൻ പറഞ്ഞു. ശിരസിൽ വെച്ചില്ല. ഭാഗവതം എടുത്ത് നോക്കണം, സംസ്കൃത ഭാഗവതം എടുത്ത് നോക്കണം, അപ്പൊ കാണാൻ കഴിയും. വാമനൻ ത്രിവിക്രമൻ മഹാബലിയുടെ ശിരസിൽ പാദം വെച്ചില്ല, മഹാബലിയെ ചവിട്ടിയില്ല, പാതാളത്തിലേക്ക് താഴ്ത്തിയുമില്ല. പിന്നെയോ ദേവന്മാർ പോലും എപ്പോഴും കൊതിക്കുന്ന ഒരു ലോകമുണ്ട്, സുതലം. ആ സുതലത്തിലേക്ക് അയച്ചു. ദേവലോകത്തെക്കാളും സുന്ദരമായ സുതലത്തിലേക്ക് അയച്ചു. മഹാബലി ഈ യാഗങ്ങൾ ചെയ്തത് ഇന്ദ്രപട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ പറഞ്ഞു, നിന്നിൽ ഞാൻ സംതൃപ്തനാണ്, നിന്നിൽ ഞാൻ സന്തുഷ്ടനാണ്, നിനക്ക് ഇന്ദ്രപട്ടം തരും. പക്ഷേ ഇപ്പോ ഈ മന്വന്തരത്തില് ഇപ്പോഴിരിക്കുന്ന ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രൻ. ഈ കാലഘട്ടം മുഴുവൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. വരാനിരിക്കുന്ന സാവർണ മന്വന്തരത്തില് അല്ലയോ ബലേ, നീ ഇന്ദ്രനായിത്തീരും. അതുവരെ നീ സുതലത്തിൽ വസിക്കുക. നിന്റെ ബന്ധുജനങ്ങളോടൊപ്പം, അപ്പൂപ്പൻ ആരാ? പ്രഹ്ലാദനാണ്. നിന്റെ അപ്പൂപ്പനോടൊപ്പം, ബന്ധുജനങ്ങളോടൊപ്പം, അതേപോലെ സകല പരിവാരങ്ങളോടുമൊപ്പം സുഖമായിട്ട് ദേവലോകത്തെക്കാൾ സുന്ദരമായിട്ടുള്ള സുതലത്തിൽ വസിക്കുക. ഞാൻ നിന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കും. അവിടെ ആരും നിന്നെ ഉപദ്രവിക്കാൻ വരില്ല. ഗദയും തോളിൽ വെച്ചുകൊണ്ട് ഞാൻ അവിടെ നിനക്ക് പാറാവ് ചെയ്യും. അടുത്ത മന്വന്തരത്തില് നീയാണ് ഈ ദേവലോകത്തിലെ ഇന്ദ്രൻ. അങ്ങനെ ഈ ലോകത്ത് ആർക്കും ലഭിച്ചിട്ടില്ലാത്തതായ ദിവ്യമായ അനുഗ്രഹം മഹാബലിക്ക് ഭഗവാൻ നൽകുകയാണ് ചെയ്തത്. അതിനെയാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നുള്ള കെട്ടുകഥയായിട്ട് ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ മഹാബലിയെ, ഏറി പങ്ക് വാമനനെ എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതിരിക്കട്ടെ, ഇങ്ങനെ ആ ഭഗവാന്റെ അവതാരം ത്രിവിക്രമനായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അങ്ങ് ഉപരിലോകങ്ങളും അളന്ന് താഴെയുള്ള ലോകങ്ങളും അളന്ന് ത്രിവിക്രമനായിട്ട് നിൽക്കുമ്പോൾ ഉപരിലോകങ്ങൾ അളക്കാനായിട്ട് പാദം ഇങ്ങനെ ഉയർന്നുയർന്ന് സത്യലോകം വരെ ചെല്ലുകയാണ്. ബ്രഹ്മാവ് നോക്കുമ്പോഴേക്കും വിഷ്ണുവിന്റെ പാദം ഇതാ താനിരിക്കുന്ന സത്യലോകത്തിൽ എത്തിച്ചേരുന്നു. ഭഗവാന്റെ പാദം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? പൂജ ചെയ്യണം, വന്ദിക്കണം. എങ്ങനെയാ വന്ദിക്കുക? ദിവ്യമായ പദാർത്ഥം കൊണ്ട് വേണം വന്ദിക്കേണ്ടതും പൂജ ചെയ്യേണ്ടതും. തന്റെ കയ്യിൽ താൻ കാലയെ കൂട്ടി ഗംഗാഭഗവതിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗംഗാഭഗവതിയെ, പവിത്രമായിരിക്കുന്ന ഗംഗാഭഗവതിയെ, അപാപം പാപനാശിനിയും, അങ്ങനെയുള്ള ഗംഗയെ വിഷ്ണുവിന്റെ പാദത്തിൽ അർപ്പിച്ചു. അങ്ങനെയാണ് ഗംഗ, ഹിമവാന്റെ പുത്രിയായ ഗംഗ വിഷ്ണുപാദത്തിൽ എത്തിച്ചേരുന്നത്. അവിടെ ആ ഗംഗ നിശ്ചലം കുടികൊള്ളുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സകര മഹാരാജാവ് യജ്ഞം നടത്തുന്നതും അശ്വമേധത്തിൽ ആ കുതിരയെ രക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ മക്കളായിരിക്കുന്ന സാഗരന്മാർ 60,000 പേര് അവര് പുറപ്പെടുന്നതും, അങ്ങനെ അവര് അശ്വത്തെ പിന്തുടർന്ന് അവസാനം പാതാളത്തിൽ എത്തിച്ചേരുന്നതും, സമുദ്രം അപ്പോ ഉണങ്ങി വരണ്ടു കിടക്കുകയായിരുന്നു. അഗസ്ത്യ മഹർഷി സമുദ്രത്തിലെ ജലം മുഴുവൻ തന്റെ കൊച്ചു കൈക്കുമ്പിളിൽ ഒതുക്കിയിട്ട് പാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരണ്ടു കിടക്കുകയായിരുന്നു സമുദ്രം, വലിയൊരു കുടിയായിട്ട്. അങ്ങോട്ട് ചെല്ലുകയാണ് കുതിരയെ അന്വേഷിച്ചിട്ട്. ഇന്ദ്രൻ കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് പാതാളത്തിലെ കപില മഹർഷിയുടെ ആശ്രമത്തിൽ ബന്ധിച്ചിട്ടിരുന്നു. ഭൂമണ്ഡലത്തിൽ എങ്ങും കണ്ടില്ല കുതിരയെ. അങ്ങനെ അവർ ഈ ഉണങ്ങിക്കിടക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലൊക്കെ അന്വേഷിച്ച് എങ്ങും കണ്ടില്ല. അപ്പൊ ഇനി അന്വേഷിക്കാൻ ഒരിടമേ ഉള്ളൂ, താഴേക്കുള്ള തലങ്ങൾ, പാതാളം വരെയുള്ള തലങ്ങൾ. അവരെന്ത് ചെയ്തു? സമുദ്രത്തിന്റെ അടിത്തട്ട് തുരന്ന് പാതാളത്തിലേക്ക് വഴിയുണ്ടാക്കി. അങ്ങനെ ആ 60,000 സാഗരന്മാരും കൂടി പാതാളത്തിലേക്ക് ചെന്നു. എന്താ? കുതിരയെ കണ്ടെത്തി തിരിച്ച് അയോധ്യയില് പിതാവിന്റെ യജ്ഞശാലയിൽ കൊണ്ടുചെല്ലണം. പിതാവോടെ യജ്ഞദീക്ഷിതനായിരിക്കുകയാണ്. കുതിരയെ അവിടെ തിരിച്ചെത്തിച്ചാൽ മാത്രമേ യജ്ഞം പൂർണ്ണമാക്കാൻ പറ്റൂ. അതുകൊണ്ട് അവർ അങ്ങോട്ട് പാതാളം വരെ, വലിയ ജോലിയാണ് ഇത് കുഴിച്ച് അങ്ങോട്ട് വഴിയുണ്ടാക്കുക എന്നുള്ളത്.
അത് ചെയ്തു. അവരങ്ങെത്തി. അപ്പോഴാണ് കപിലന്റെ ആശ്രമത്തിന്റെ ആ ഒരു വളപ്പിനുള്ളില് തങ്ങളുടെ ആകാശം നിൽക്കുന്നു. അതിനവിടെ പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. കപില മഹർഷി തപസ്സിലാണ്. അദ്ദേഹം അറിഞ്ഞതേ അല്ല, ഇന്ദ്രൻ ചെയ്ത പണിയാണ്. പക്ഷേ ഇവര് കപിലനാണ് അശ്വത്തെ മോഷ്ടിച്ചത് എന്ന് ധരിച്ചിട്ട് ക്രോധത്തോടു കൂടിയിട്ട് കപില മഹർഷിയെ കൊല്ലാനായിട്ട് ആയുധങ്ങൾ ഉയർത്തി പാഞ്ഞു ചെന്നു. കോലാഹലം കേട്ട് കപിലൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ തപോബലത്താൽ ഈ 60,000 സാഗരന്മാരും ഭസ്മമായി പോവുകയും ചെയ്തു. അവരെല്ലാം അവിടെ കരിഞ്ഞു വീണു. പിന്നെ എന്തു ചെയ്യും? യജ്ഞം പൂർണ്ണമാകണം. സഗരൻ തന്റെ കൊച്ചുമകനായ അംശുമാനെ അയച്ചു. സഗരന്റെ മൂത്ത മകന്റെ പേര് അസമഞ്ജസ് എന്നാണ്. ആ അസമഞ്ജസിന്റെ കാര്യം നേരത്തെ 2 സന്ദർഭങ്ങളിൽ ഈ വാൽമീകി രാമായണ ചർച്ചയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ആ അസമഞ്ജസൻ മനുഷ്യന് ചേരാത്തതായ ക്രൂരപ്രവർത്തികളൊക്കെ ചെയ്തതുകൊണ്ട് അത് അറിഞ്ഞ രാജാവായ സഗരൻ തന്റെ മൂത്ത മകനായ അസമഞ്ജസനെ കാട്ടിലേക്ക് ഉപേക്ഷിച്ചു. ആ അവസരത്തിൽ അസമഞ്ജസന് ഒരു മകനുണ്ട്, അംശുമാൻ. കൊച്ചുകുട്ടിയാണ്. ആ അംശുമാൻ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴേക്കും ആ അംശുമാനെ അയച്ചു. സാഗരന്മാർക്ക് എന്തു പറ്റി അറിയാൻ, ആ കുതിരയെ വീണ്ടെടുത്തു കൊണ്ടുവരാൻ, സാഗരന്മാരെയും കൊണ്ടുവരാൻ അംശുമാനെ അയച്ചു. അംശുമാൻ ഈ സ്ഥലങ്ങളെല്ലാം സഞ്ചരിച്ച അവസാനം പാതാളത്തിൽ കപിലാശ്രമത്തിലെത്തി. അപ്പോ സ്വന്തം ഇളയച്ചന്മാരെ അവിടെ ഇങ്ങനെ 60,000 പേരും മരിച്ചു കിടക്കുന്ന കണ്ടു. എന്ന് മാത്രമല്ല, ആകാശം അവിടെ ഒരു വലിയ ഒരു മരത്തില് കെട്ടിയിടപ്പെട്ട അവസ്ഥയിലും കണ്ടു. കപില മഹർഷിയുടെ മുന്നിൽ ചെന്ന് തൊഴുതു അംശുമാൻ. അംശുമാൻ വിനയാന്വിതനാണ്. സാഗരന്മാർ അങ്ങനെയല്ല, മുൻശുണ്ഠിക്കാരാണ്. അതുകൊണ്ടാണ് കപിലനെ കൊല്ലാനായിട്ട് അവർ പാഞ്ഞെടുത്തത്. അംശുമാൻ നേരെ ചെന്ന് ആ കപില ഋഷിയെ നമസ്കരിച്ചു. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കപിലൻ പറഞ്ഞു, ഈ അശ്വത്തെ ഞാനല്ല ബന്ധിച്ചത്, ഈ അശ്വത്തെ ഞാനല്ല ഇവിടെ കൊണ്ട് കെട്ടിയത്, അത് ഇന്ദ്രൻ ചെയ്ത പണിയാണ്. ഏതായാലും യാഗം പൂർണ്ണമാകണം, അതിനുവേണ്ടിയിട്ട് ഈ അശ്വത്തെ അഴിച്ചുകൊണ്ട് പോയിക്കൊള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു.